താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കനത്ത മഴ തുടരുന്നതിനിടയിൽ കാലടി ടൗണിലും പ്രധാന റോഡുകളിലും ശ്രീശങ്കര പാലത്തിലും വൻ ഗതാഗത കുരുക്കും യാത്രാ ദുരിതവും. മഴക്കാലമായാൽ റോഡും പാലവും തകർന്ന് കുഴികൾ രൂപപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കാലടി പാലത്തിലും സമീപ റോഡുകളിലും കിലോമീറ്ററുകളോളം നീണ്ട രൂക്ഷമായ ഗതാഗത കുരുക്ക്. റോഡിൽ രൂപപ്പെട്ട വൻ കുഴികളിൽ വീണ് വാഹനങ്ങളുടെ വേഗത കുറയുന്നതാണ് കുരുക്ക് മുറുകാൻ പ്രധാന കാരണം. ഇവിടെ ഈ കാലടി പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് വർഷങ്ങളേറെ. ഇതിന് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട PWD ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാവുന്നതുമാണ്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ മുന്നോട്ട് വരാത്ത ഈ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പ്രവർത്തനം വളരെ പ്രതിഷേധാർഹമാണ്. മാത്രവുമല്ല, ഇതിന് അടിസ്ഥാനപരമായൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് സമാന്തര പാലം നിർമ്മിക്കാൻ വേണ്ടി ഇവിടെ ഗവൺമെൻറ് തീരുമാനിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പണി നടക്കുകയാണ്. എന്നാൽ ആ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ടത് ഏതാണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ അന്നത്തെ ഗവൺമെൻറ് മരാമത്ത് മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മുൻ ഒക്ടോബറിൽ പണി തീർക്കുമെന്നാണ് പറഞ്ഞത്. അന്ന് ഈ പണി തീർന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്ലോക്കിന് ഒരു പരിഹാരമായിരുന്നു. എന്നാൽ ഏത് ഗവൺമെൻറ് വന്നാലും ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല. ജനങ്ങളുടെ പ്രശ്നമാണല്ലോ, അപ്പോൾ അതിൽ രാഷ്ട്രീയം കാണുന്നില്ല. അതുകൊണ്ട് ഇത് യുദ്ധകാലത്ത് ഇനിയും തീർത്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും. വളരെയധികം സമരമുറകൾ കഴിഞ്ഞതാണ്. ഇനി ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തീവ്രമായ സമരമുറകളിലേക്ക് ജനങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളും ഗവൺമെൻറ്റും ഈ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനാണ്. ഭയങ്കര ബ്ലോക്കാണ്. ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം കാണും. കാരണം ഇന്ന് രാവിലെ മുതൽ വലിയ ബ്ലോക്കാണ്. സ്കൂളിലെ പിള്ളേർ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ കൊച്ചിനെ സ്കൂളിലെ കൊണ്ടാക്കാൻ പോണതാ. എന്താ കാര്യം? എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം. എല്ലാ മഴക്കാലത്തും ഇവിടെ ഇത്തരത്തിൽ ബ്ലോക്ക് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിലെ ദുരവസ്ഥ മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. കൃത്യസമയത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും എത്താൻ കഴിയാതെ പലരും വഴിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു തടിവണ്ടി ഇതുപോലെ തന്നെ തലയാതെ ഇഴയ്ക്കാറുണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. സ്കൂൾ കുട്ടികൾക്ക് 1 മണിക്കൂർ വൈകിക്കാണ് പിള്ളേർ ക്ലാസ്സിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീ പറയായിരുന്നു അധികാരികളോട് എന്തെങ്കിലും ശ്രദ്ധയപ്പെടുത്താൻ പറഞ്ഞിട്ട്. അത്രയ്ക്ക് ദാരുണമാണ് നമ്മുടെ അവസ്ഥ ഈ പാലത്തിൻ്റെ. ഒരു മന്ത്രിയുണ്ട്, മന്ത്രിയുടെ കുറ്റമല്ല, മൊത്തത്തിൽ ഇത് പാലത്തിൻ്റെ അവസ്ഥ മോശമാണ്. അത് മൊത്തത്തിൽ ഇപ്പോൾ ഏത് മന്ത്രിമാർ വന്നു കഴിഞ്ഞാലും അവരെ കുറ്റം പറയണ്ട. മൊത്തത്തിൽ പാലത്തിൻ്റെ അവസ്ഥ മോശമാണ്. അതൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കാം. ഇതിനിടെ കാലടി പാലത്തിൽ കുറെ നേരമായി ഒരു ഇരുചക്രവാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വലിയ ആശങ്കയ്ക്കും അധിക ഗതാഗത തടസ്സത്തിനും ഇടയാക്കിയിട്ടുണ്ട്. വണ്ടി ആരുടേതാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ഉള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സംഭവം അറിഞ്ഞ് കാലടി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കാനും വാഹനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണ്.